ജനങ്ങൾ മുഴുവൻ ഹലാക്കായിട്ടോ. 2024 പിറന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയുള്ള കാലം പോക്കാണ്. എല്ലാവരും മോശക്കാരാണ്. നല്ല മനുഷ്യന്മാരെ കാണാനില്ല. കണ്ടില്ലേ, അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ, ആ ന്യൂസ് കണ്ടില്ലേ, ഈ വാട്സപ്പ് ന്യൂസ് കേട്ടില്ലേ, ആ പത്രവാർത്ത കണ്ടില്ലേ, നാടൊക്കെ മോശമായി, എല്ലാവരും മോശമാണ്, ജനങ്ങളൊക്കെ നശിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ ഫഹുവ അഹ്ലകുഹും, ആ നശിച്ചവരിൽ ഏറ്റവും നശിച്ചവർ ഈ പറഞ്ഞ ആളാണ്. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ആ പറഞ്ഞതിനർത്ഥം എന്താണ്? ജനങ്ങൾ നശിച്ചു എന്ന് പറയാൻ പാടില്ല, കാലം പറ്റ തീർന്നു എന്ന് പറയരുത്. ഏത് പ്രതിസന്ധികൾക്കിടയിലും ഒരു പ്രതീക്ഷയുടെ നാമ്പവിടെ ബാക്കിയുണ്ട്. നിങ്ങൾ പോസിറ്റീവ് വൈബുകളാണ് കൊടുക്കേണ്ടത്, ജനങ്ങളെ നിരാശപ്പെടുത്തരുത്. നാട് മുഴുവൻ മോശമാണ്, നാട്ടുകാർ മുഴുവൻ മോശക്കാരാണ്, നാട് ഒന്നിനും കൊള്ളൂല, ഇങ്ങനെയൊന്നും പറയരുത്. അങ്ങനെ പറയുകയാണെങ്കിൽ അതിലേറ്റവും കൊള്ളരുതാത്തവൻ ഇത് പറയുന്ന ആള് തന്നെയാണ്. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഫഹുവ അഹ്ലകുഹും. ജനങ്ങളിൽ നന്മയുണ്ട്. ചില സ്വഭാവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നേക്കാം, പക്ഷെ ചില സ്വഭാവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ കുടുംബങ്ങൾ പോലും അങ്ങനെയാണ്. പുണ്യനബി തങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരോട് പറഞ്ഞൊരു ഹദീസുണ്ടല്ലോ, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു മുഅ്മിനായ പുരുഷനും ഒരു ഭർത്താവും തൻ്റെ ഭാര്യയെ വെറുത്തു പോകരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റദിയ മിൻഹാ ആഖർ, ഒരു സ്വഭാവം അവളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ എന്തേ, വേറെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ. അപ്പം എല്ലാം ഇഷ്ടപ്പെടാത്തത് അങ്ങനൊരു മനുഷ്യനുണ്ടാവില്ല. ഓരോ മനുഷ്യരിലെയും നന്മകൾ നോക്കേണമേ, അവരുടെ ഗുണങ്ങൾ നോക്കേണമേ. തിന്മകൾ മാത്രം നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കാൻ തുനിഞ്ഞാൽ ഒരു മനുഷ്യനെയും കൂട്ടുകാരനായി സുഹൃത്തായി കൊണ്ടു നടക്കാൻ ഈ ലോകത്ത് ഒരാളെയും കിട്ടില്ല. എല്ലാ മനുഷ്യർക്കും ന്യൂനതകളുണ്ട്. ന്യൂനതകൾ തിരുത്തപ്പെടാനുള്ളതാണ്. ന്യൂനതകൾ നമ്മളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ദേഷ്യപ്പെടരുത്. നമ്മുടെ ചർച്ചാ വിഷയം അതാണ്. നിരൂപണങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. നിരൂപണം ചെയ്യുന്നവർ ഗുണകാംക്ഷയാണ് ചെയ്യേണ്ടത്. ഗുണം കാംക്ഷിച്ചേ പറയാവൂ. കുറ്റപ്പെടുത്തി വെറുത്ത് ശപിച്ചുകൊണ്ട് പറയരുത്. നന്നാവണം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെ ചെയ്താൽ ഇത് ഖൈറാൻ, ഇങ്ങനെ പോകുമ്പോൾ അത് ഷർറാൻ എന്ന് പറഞ്ഞുകൊടുത്ത് സാരോപദേശം കൊടുക്കുന്ന ഒരു നിരൂപണം കിട്ടുമ്പോൾ മനസ്സുകൊണ്ട് വെറുപ്പ് കാണിക്കരുത്. അസ്സദീഖു ലൈസല്ലദീ യുസദ്ദിഖുക വലാകിന്നല്ലദീ സദഖക, നിങ്ങൾ പറയുന്നത് മുഴുവൻ തലയാട്ടി കേൾക്കുന്നവനല്ല നിങ്ങളുടെ സുഹൃത്ത്. നിങ്ങൾ പറയുന്ന എന്തും, നിങ്ങൾ ചെയ്യുന്നത് എന്തിനും റെഡി, അങ്ങോട്ട് പോവല്ലേ റെഡി, ഇങ്ങനെ ചെയ്യല്ലേ റെഡി, എല്ലാറ്റിനും റെഡിയാണ്. അത് നല്ലതിനും ചീത്തതിനും ഒക്കെ റെഡിയാണ്. അങ്ങനത്തെ ആളല്ല നിങ്ങളുടെ സഹോദരൻ. പിന്നെയോ നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ. വലാകിന്നല്ലദീ സദഖക, നിങ്ങളോട് സത്യസന്ധമായി പെരുമാറുന്ന ആള്. ഈ ചെയ്തത് സത്യമാണ്, ഇത് നല്ലതാണ്, ഇത് ശരിയാണ്, പക്ഷെ ഈ ചെയ്തത് ശരിയായില്ല കേട്ടോ എന്ന് നിങ്ങളോട് മുഖത്തേക്ക് നോക്കി ഉള്ളതുപോലെ പറയുന്ന ആളാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത്. മറ്റേത് നാളെ പരലോകത്ത് അല്ലാഹുവിനോട് പറയും, റബ്ബേ വേണ്ടില്ലായിരുന്നു, ഇവനെയൊക്കെ കൊണ്ട് നടന്നിട്ടല്ലേ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് പടച്ചവന്റെ മുമ്പിൽ വിലപിക്കുന്ന ആളുകൾ ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണ്. അത് 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിമിനോടും ഖുർആൻ തന്നെ പറയാം. ചില കണ്ടീഷൻസ് പറഞ്ഞു, ആ കണ്ടീഷൻസ് നിങ്ങൾ മീറ്റ് ചെയ്യണം. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല ഉമ്മത്താണ്, സമുദായമാണ്. ഉഖ്രിജത് ലിന്നാസ്, പൊതുജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, മറ്റു മതവിശ്വാസികൾക്ക് മുഴുവൻ മാതൃകയാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമുദായമാണ് നിങ്ങൾ. എപ്പോഴാണ് നല്ല സമുദായമാവുമെന്നറിയോ? തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ ചെയ്യണം എന്ന് നിങ്ങൾ കൽപ്പിക്കുന്നവരാണ്. വതൻഹൗന അനിൽ മുൻകർ,
തിന്മകൾ ചെയ്യരുത് എന്ന് നിങ്ങൾ ജനങ്ങളോട് വിരോധിക്കുന്നവരാണ്. നിങ്ങളുടെ മക്കളോട്, വീട്ടുകാരോട്, അനിയനോട്, ജ്യേഷ്ഠനോട്, നാട്ടുകാരോട് തിന്മകൾ കാണുമ്പോൾ അത് ചെയ്യല്ലേ എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖൈറു ഉമ്മ, ഏറ്റവും നല്ല ഉമ്മത്താണ്. വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരുമാണല്ലോ. അല്ലാഹുവിൽ വിശ്വസിക്കുകയും നന്മകളുടെ പ്രചാരണത്തിന്, തിന്മകളെ പിടിച്ചുകെട്ടാൻ മയക്കുമരുന്നോ ലഹരികളോ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് കയറി വരുമ്പോൾ അത് പോലീസുകാർ തടയട്ടെ, ഗവൺമെൻറ് ഇടപെടട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കാതെ തിന്മകൾ ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നത് എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം, ആ തിന്മകളെ തടഞ്ഞു നിർത്തേണ്ട ഉത്തരവാദിത്വം പൊതുജനങ്ങൾക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. നമ്മളത് കണ്ടില്ല എന്ന് വിചാരിക്കരുത്, അത് നമ്മുടെ ബാധ്യതയല്ല എന്ന് പറയരുത്. ഒരു സമൂഹം നശിക്കുകയല്ലേ ചെയ്യുന്നത്, ഒരു തലമുറ ഇല്ലാതെയാവുകയല്ലേ. ഇപ്പോൾ മയക്കുമരുന്നിന്, ലഹരിക്ക് അടിമകളാകുന്ന സമൂഹം ഒരു 10 വർഷം കഴിഞ്ഞാൽ ആരോഗ്യം ക്ഷയിച്ച് മരണശയ്യയിൽ കിടക്കുന്ന മക്കളായിട്ടായിരിക്കും നമ്മൾക്ക് അവരെ കാണാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരു ദുരന്തം ഈ ഉമ്മത്തിൻ്റെ ഭാവി തലമുറക്ക് വരാതിരിക്കാൻ, ഈ രാജ്യത്ത് വരാതിരിക്കാൻ, നമ്മുടെ നാടിൽ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഊർജ്ജസ്വലമാവണം. തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മകൾ നിങ്ങൾ ചെയ്യണമെന്ന് മാത്രമല്ല, നന്മകൾ ചെയ്യിപ്പിക്കണം. വതൻഹൗന അനിൽ മുൻകർ, തിന്മകൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകണം, തിന്മകളെ പിടിച്ചുകെട്ടാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. വതുഅ്മിനൂന ബില്ലാഹ്, എല്ലാറ്റിനും പ്രതിഫലം അള്ളാഹു നൽകുമെന്ന പ്രതീക്ഷയിൽ അള്ളാഹുവിൽ ഈമാനുള്ളവരായിട്ട് ഈ കാര്യം ചെയ്താൽ മതി. അവാർഡുകൾ വാങ്ങിക്കാനല്ല, ക്ലാപ്പുകളോ ഷെയറുകളോ ലൈക്കുകളോ വേണ്ടിയിട്ടല്ല, പിന്നെയോ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോവണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് നന്മകൾ പ്രോത്സാഹിപ്പിക്കുകയും തിന്മകളെ നിങ്ങൾ തടഞ്ഞു നിർത്തുകയും ചെയ്യണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാർ അവർക്കിടയിൽ നടന്ന ചില സംഭവങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നിരൂപണങ്ങൾ അവർ ചെയ്യുകയാണ്. നിരൂപണങ്ങളിൽ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ പറയുന്നു, തെറ്റെന്ന് തോന്നുന്നവയെ അവർ തിരുത്തുന്നു. പക്ഷേ അത് കേൾക്കുന്ന ആൾക്കോ പറയുന്ന ആൾക്കോ ഹൃദയത്തിനുള്ളിൽ ഒരു വെറുപ്പുമില്ല. ഇവിടെ ചെറിയൊരു കാര്യം, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ തങ്ങളുടെ ഒരു വീക്ഷണം, അവരുടെ ഒരു ഇജ്തിഹാദ് പ്രകാരം ഹജ്ജിന് പോകുമ്പോൾ തമത്തു പാടില്ല. ഉംറ ചെയ്ത് പിന്നെ ഹജ്ജ് ചെയ്യുന്ന ഒരു, ഉംറക്ക് ഇഹ്റാം ചെയ്ത് പിന്നെ ഹജ്ജ് ചെയ്യുന്ന ഒരു സന്ദർഭം, അത് പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അലി തങ്ങളാണെങ്കിലോ തമത്തു പാടുണ്ട് എന്ന അഭിപ്രായമാണ്. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകുമ്പോൾ ആരും തമത്തു ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ തങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ലബ്ബൈക ഉംറതൻ മുതമത്തിഅൻ ബിഹാ ഇലൽ ഹജ്ജ്, ലബ്ബൈക ഉംറതൻ മുതമത്തിഅൻ ബിഹാ ഇലൽ ഹജ്ജ്, ഞാനിതാ ഹജ്ജിന് പോകുന്നു തമത്തുആയിട്ട്, ഞാൻ ആദ്യം ഉംറയാണ് ചെയ്യുന്നത്, പിന്നെയാണ് ഹജ്ജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ തങ്ങളുടെ ഇജ്തിഹാദ് മഹാനവറുകൾക്ക് ബോധ്യപ്പെട്ടത് അവിടെ ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും ഉസ്മാൻ എന്നവർക്കുണ്ടായില്ല, അലി തങ്ങൾക്കതിൽ ഒരു വ്യക്തിപരമായ ദേഷ്യവും ഉണ്ടായില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്ന വലിയൊരു ദുരന്തം വ്യക്തിപരമായി പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക എന്നതാണ്. ഒരിക്കലും ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയരുത്. നമ്മൾ പറയുന്നത് വിഷയങ്ങളാണ്, പൊതുവിഷയങ്ങളാണ്. ആ പൊതുവിഷയങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കൊക്കെ അത് ബാധകമാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു, മുആവിയ തങ്ങൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കഅബാലയത്തിൻ്റെ എല്ലാ മൂലകളും ചുംബിക്കുന്നത് കണ്ടു. റുക്നുൽ യമാനി, പിന്നെ ഹജറുൽ അസ്വദ് നിൽക്കുന്ന ആ ഭാഗം, ഈ രണ്ട് ഭാഗങ്ങളാണ്, ഈ രണ്ട് റുക്നുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തിയത് എന്ന് ഹദീസിലുണ്ട്. പക്ഷെ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇജ്തിഹാദ് എല്ലാ ഭാഗവും കഅബയുടെ 4 ചുമരുകളും മുത്തണമെന്നാണ്.
അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു. ആ സമയം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അളാപ്പയുടെ മകനും വിശുദ്ധ ഖുർആനും ഹബീബായ നബി തങ്ങൾ അങ്ങനെയല്ലേ ചെയ്തത് എന്ന പക്ഷക്കാരനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. നേരെ മറിച്ച് മുആവിയ റളിയല്ലാഹു അൻഹു അവരും സ്വഹാബിയാണ്. ഓരോ സ്വഹാബിമാരും ഓരോരുത്തരും മുജ്തഹിദുകളാണ്. അവരവരുടെ ഇൽമനുസരിച്ച് ഇജ്തിഹാദ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ കഅബാലയത്തിൻ്റെ 4 ചുമരുകളും ചുംബിച്ചുകൊണ്ടാണ്. മഹാനവറുകൾ അവിടെ തവാഫിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ കഅബാലയത്തെ മുഴുവനൊന്ന് ചുംബിക്കും. 2 റുക്കുനുകൾ മാത്രം, റുക്കുനുൽ യമാനിയും ഹജറുൽ അസ്വദുള്ള റുക്കുനും മാത്രമല്ല, കഅബയുടെ എല്ലാ റുക്കുനുകളും മഹാനവറുകൾ ചുംബിക്കും. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിനെതിരായിരുന്നു. മഹാനവറുകൾ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിൻ്റെ റസൂലിൽ നമുക്ക് മാതൃകയുണ്ടല്ലോ. വകാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തലിമു ഇല്ല റുക്നൈൻ, റുക്കുനുൽ യമാനിയും ഹജറുൽ അസ്വദുമാണ് നബി തങ്ങൾ മുത്തിയിരുന്നത്. അതുകൊണ്ട് ആ 2 റുക്കനും മുത്തണമെന്ന പക്ഷക്കാരനാണ് ഞാൻ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് തിരുത്തു പറയുന്നത് ഹദീസിലുണ്ട്. ഈ ഒരു തിരുത്തു പറയുന്നത് ഗുണകാംക്ഷയാണ്. നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ സംഘടനാതലങ്ങളിൽ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അമ്പിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, അവരും മഅസൂമീങ്ങളാണ്, പാപസുരക്ഷിതരാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ മഹ്ഫൂദീങ്ങളാണ്. നേരെ മറിച്ച് സാധാരണക്കാരായ ആളുകൾ അമ്പിയാക്കന്മാരെ കഴിഞ്ഞാൽ പിന്നെ പാപസുരക്ഷിതത്വം എന്ന് പറയുന്നൊരു മഖാമ് അമ്പിയാഇന് മാത്രം അള്ളാഹു നൽകിയതാണ്. അള്ളാഹു തആല ബാക്കിയുള്ള ആളുകൾക്ക് ആ ഒരു ഇസ്മത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മളൊക്കെ തെറ്റ് സംഭവിക്കുന്നവരാണ്. തെറ്റ് സംഭവിക്കുന്നു എന്നത് അതല്ല വിഷയം. ആ തെറ്റുകളെ തിരുത്തി തരുമ്പോൾ ആ തിരുത്തലുകളെ ഹൃദ്യമായി സ്വീകരിക്കാൻ കഴിയുന്നത് അത് എത്ര പേർക്ക് കഴിയും? നമ്മളോടൊരു കുറ്റം പറഞ്ഞാൽ, നമ്മളോടൊരു നിരൂപണം ചെയ്താൽ എത്ര ആളുകൾക്കത് സ്നേഹത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്? നമുക്ക് പറ്റുമോ? നമുക്ക് ആ പറഞ്ഞാലോട് ദേഷ്യം വരും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹദിയ കൊടുക്കുകയാണ്, സമ്മാനം കൊടുക്കും. എങ്ങനെ? മഹാന്റെ വാക്ക് നോക്കൂ. റഹിമല്ലാഹു റഅൻ, അല്ലാഹു ഒരു മനുഷ്യന് റഹ്മത്ത് ചെയ്യട്ടെ, ദുആയാണ്. അല്ലാഹു കരുണ ചെയ്യട്ടെ. അഹദാ ഇലയ്യ ഉയൂബി, എൻ്റെ കുറ്റങ്ങൾ, എൻ്റെ കുറവുകൾ, എൻ്റെ ന്യൂനത എനിക്ക് പറഞ്ഞു തരുന്ന ആൾക്ക് അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ. അഹ്ദാ ഇലയ്യ ഉയൂബി, എൻ്റെ ഐബ് എനിക്ക് ഹദിയയായി തന്നു. അഹ്ദ എന്ന് പറഞ്ഞാൽ ഹദിയ കൊടുക്കുക. ഹദിയ എന്ന് പറയുന്നത് സമ്മാനമാണ്. കുറ്റം കുറവും സമ്മാനമായി കൊടുക്കുക. അതിനൊക്കെ സമ്മാനം നമ്മൾ വിളിക്കുമോ? നമ്മളങ്ങനെ വിളിക്കുമോ? ഒരു കുറ്റം പറയുമ്പോൾ സമ്മാനം എന്ന് പറയുമോ? നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നീയത്ത് ശരിയാവണമെന്നാണ്. നീയത്താണ് വിഷയം. നീയത്തെന്നത് ഏറ്റവും പ്രധാനമാണ്. ഏത് അമലും ചെറുതാകുന്നതും വലുതാകുന്നതും നീയത്തിനനുസരിച്ചാണ്. നന്നാവുന്നതും ചീത്തയാവുന്നതും നീയത്തിനനുസരിച്ചിട്ടാണ്. മഹാനവറുകൾ പറയുന്നു, എന്നോട് എന്നെ ഗുണകാംക്ഷയോടുകൂടെ എന്നോട് എൻ്റെ നീ റഹ്മത്ത് ചെയ്യണമേ. എത്ര നല്ല ചിന്തയാണത്. ആ ഒരു മനസ്സിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് സ്വയം ഒരു നിരൂപണം ചെയ്യുന്നവർക്കേ അത് സാധിക്കുകയുള്ളൂ. സ്വയം നിരൂപിക്കുക, ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും. നമ്മൾ നമ്മളെ ഒന്ന് നോക്കുക, നമ്മളെ ഒന്ന് പരിശോധിക്കുക. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഈ അസർ സുനനു തുർമുദിയിൽ ഇമാം അബൂ ഈസ തുർമുദി തങ്ങൾ ഉദ്ധരിക്കുന്നു. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ, നിങ്ങൾ ഓരോരുത്തരും അവനവനെ ഒന്ന് വിചാരണ ചെയ്യണമേ. അല്ലാഹു നാളെ നമ്മെ വിചാരണ ചെയ്യുന്നതിൻ്റെ മുമ്പ്, പടച്ചവൻ നമ്മളെ വിചാരണ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പ് നമ്മളെ ഒന്ന് വിചാരണ ചെയ്യണേ. തീരുമാനിച്ചോ? നീ എപ്പോഴാണ് ചെയ്യുക, എങ്ങനെ വിചാരണ ചെയ്യുക എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അതിന് ആലിമീങ്ങൾ പറയുക, വിചാരണ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഒരു പാർട്ട്ണർ, ഒരു ബിസിനസ്സിൽ 2 പേര് പാർട്ട്നേഴ്സാണെന്ന് വിചാരിക്കുക. ഒരു പാർട്ട്ണർ അടുത്ത മറ്റേ പാർട്ട്ണറെ എങ്ങനെ വിചാരണ ചെയ്യുന്നുവോ അങ്ങനെ സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യണമെന്നാണ്. പൈസൻ്റെ ഏർപ്പാടല്ലേ?
അപ്പോൾ ശരിക്കും നോക്കും ആ പൈസ എവിടെ പോയി, ഈ ബില്ല് എവിടെ, അതെന്തിനോ ചെയ്തു, അവൻ ലാഭം എടുത്തിട്ടുണ്ടോ, അവൻ കണക്ക് വെക്കാതെ പോയിട്ടുണ്ടോ, വെച്ചതിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ എങ്ങനെയാണ് വിചാരണ ചെയ്യുക? അങ്ങനെ നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യണം. എപ്പോ? ഖബ്ല അൻ തുഹാസബൂ, അല്ലാഹു നിങ്ങളെ വിചാരണ ചെയ്യാൻ പോകുന്നുണ്ട് നാളെ പരലോകത്ത്. അതിൻ്റെ മുമ്പ് നിങ്ങൾ ഇവിടെ വെച്ച് നിങ്ങളെ വിചാരണ ചെയ്യണമേ, എന്നാൽ നാളത്തെ വിചാരണ എളുപ്പമാവും. വസിനൂ ഖബ്ല അൻ തൂസനൂ, നിങ്ങളുടെ അമലുകളെ തൂക്കി നോക്കേണമേ. അല്ലാഹു നിങ്ങളുടെ അമലുകൾ നാളെ തുലാസിൽ വെച്ച് തൂക്കാൻ പോകുന്നു. ഇപ്പം എന്താ നമ്മളെ കയ്യിലുള്ളത്? ഇത് മരിച്ചു എന്നിട്ടൊരു എംബാരസ്മെൻറ്റിലേക്ക് എത്തരുത്. പടച്ചോനെ ഇങ്ങനെയൊക്കെയാണോ സംഭവിച്ചത് എന്നൊരു എംബാരസ്മെൻറ്റ് നമ്മൾ പേടിച്ചു പോകരുത്. ഇവിടെ തന്നെ ചെയ്തു പോവുക. അതിപ്പോൾ റമദാൻ വരെ കാത്തിരിക്കേണ്ട, ഇന്ന് രാത്രി തന്നെ തുടങ്ങാം, നാളെ രാവിലെ തന്നെ തുടങ്ങാം. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഈ വേള മുതലായി, നമ്മൾ ഈ ഇരിക്കുന്നത് രക്ഷപ്പെട്ടു. നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മളെ വിചാരണ ചെയ്യുക. നമുക്ക് എത്ര നന്മയുണ്ട്, എത്രയെല്ലാം തിന്മയുണ്ട്, നമ്മളിൽ എത്ര നല്ല ഗുണങ്ങളുണ്ട്, എത്ര മോശപ്പെട്ടതുണ്ട്. ആ മോശപ്പെട്ടതിനെ എങ്ങനെ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റും? തൗബ ചെയ്യേണ്ടത് തൗബ ചെയ്ത് മടങ്ങുക. വല്ലാത്തൊരു അത്ഭുതമല്ലേ, അള്ളാഹു നമുക്ക് തൗബ എന്ന സുഗന്ധം നൽകിയില്ലായിരുന്നെങ്കിൽ പാപത്തിൻ്റെ ദുർഗന്ധം നമ്മളിന്ന് വിട്ടുമാറുമോ? തൗബ ചെയ്യുന്ന ആളുകൾക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ ആ തെറ്റ് ചെയ്തിട്ട് പോലുമില്ല എന്ന അവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റിത്തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഒന്നുപോലും മറഞ്ഞു പോകാതെ, ഒന്നുപോലും വിട്ടുപോകാതെ കടുത്ത ഒരു അതിസൂക്ഷ്മമായ വിചാരണക്ക് നിങ്ങൾ വിധേയരാവാൻ പോകുന്നു. ആ വിചാരണക്ക് മുമ്പ് നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യണേ. അള്ളാഹു അമലുകൾ തൂക്കാൻ പോകുന്നു. അതിൻ്റെ മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് തൂക്കേണമേ. ഫഇന്നഹു അഹ്വനു അലൈക്കും ഫിൽ ഹിസാബി ഗദൻ ഇൻദല്ലാഹി അസ്സ വജൽ. അല്ലാഹു അസ്സ വജല്ലയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വിചാരണ എളുപ്പമാവാൻ ഇത് കാരണമാണ്. നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യണം. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ഈത്തപ്പന തോട്ടത്തിൽ കയറി സ്വന്തത്തെ വിളിച്ച് വിചാരണ ചെയ്യുന്നത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കേട്ടത് ഹദീസിലുണ്ട്. ഉമർ ഇങ്ങനെ വിളിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ ഉമർ, ബഖിൻ ബഖിൻ, ഉമറേ നീ അമീറുൽ മുഅ്മിനീൻ ആണല്ലേ, നല്ല കോള്, നീ നല്ല ആളാണ്, നീ ഭയങ്കരനാണ്, നീ അമീറുൽ മുഅ്മിനീൻ, മുസ്ലിമീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ നേതാവ് അല്ലേ. വല്ലാഹി യാ ഉമർ ലതത്തഖിയന്നല്ലാഹ് ഔ ലയുഅദ്ദിബന്നക, ഉമറേ നീ അല്ലാഹുവിനെ ഭയപ്പെടണമേ, അല്ലെങ്കിൽ ഉമറേ അല്ലാഹു നിന്നെ ശിക്ഷിക്കും കേട്ടോ എന്ന് ഈത്തപ്പന തോട്ടത്തിലൂടെ നടന്ന് ഒറ്റയ്ക്ക് ഉറക്ക ശരീരത്തോട് ഒരു രാത്രിയിൽ വിളിച്ചു പറയുന്ന കാഴ്ച മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി, ഹബീബിൻ്റെ ഖാദിമായ സ്വഹാബി ആ വഴിയിലൂടെ നടക്കുമ്പോൾ കേട്ടതാണ്. അപ്പം മഹാൻ വെറുതെ നിന്നു. ആരെയാ ഈ വിളിക്കുന്നത്? ഉമർ റളിയല്ലാഹുവിൻ്റെ പേരാണല്ലോ ഈ വിളിക്കുന്നത്. ആരാണ് അമീറുൽ മുഅ്മിനീൻ ഇങ്ങനെ വിളിച്ച് ചീത്ത പറയുന്നത്? ഉമറേ നീ അള്ളാഹുവിനെ പേടിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കും. ആരാണ് ഇവരൊക്കെ? സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞ സ്വഹാബിമാർ റളിയല്ലാഹു അൻഹും. ഉമറേ അള്ളാഹു നിന്നെ ശിക്ഷിക്കും കേട്ടോ, ഉമറേ നീ അള്ളാഹുവിനെ ഭയപ്പെടണം കേട്ടോ എന്ന് സ്വന്തത്തോട് ഉമർ എന്നവരെ വിളിച്ചു പറയുന്നത് ആര് കേൾക്കുന്നു? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഇസ്ലാം എന്നത് ഈ സംസ്കരണമാണ്. നമ്മൾ കുറേ സയൻസും കുറേ അതും ഇതും പറഞ്ഞിട്ടൊന്നും അല്ല. നമ്മൾ നന്നായെങ്കിലല്ലേ സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. നമ്മൾ അറിയേണ്ടത് തസ്കിയത്താണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മളെ സംസ്കരിക്കുക എന്ന കാര്യമാണ്. ഇത് നടക്കാതെ എന്ത് അറിവുണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകളെ പുറത്തു തരട്ടെ. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. യൗമഇദിൻ തുഅറദൂൻ യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഹൻളലത്ത് ഇബ്നു റബീഉൽ ഉസൈദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. സ്വഹീഹ് മുസ്ലിമിൽ ഈ സംഭവമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറഞ്ഞു, കരഞ്ഞുകൊണ്ട്
ദുഃഖിതനായി കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഹൻളലത്ത് ഇബ്നു റബീഉൽ ഉസൈദി റളിയല്ലാഹു അൻഹു, യാ അബാ ബക്കർ നാഫഖ ഹൻളല, അബൂബക്കറെ, ഞാൻ ഹൻളലത്ത് ഇബ്നു റബീഅ് മുനാഫിഖാണ്, ഞാൻ കപടവിശ്വാസിയാണല്ലോ, ഞാനൊരു മുഅ്മിനായിട്ടില്ലല്ലോ അബൂബക്കറെ, എനിക്ക് എന്നെക്കുറിച്ച് പേടിയാവുന്നു, ഞാൻ കപടവിശ്വാസിയാണ് അബൂബക്കറെ. ആരായി പറയുന്നത്? ഹബീബിന്റെ സ്വഹാബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമാദാക്, എന്തുകൊണ്ടാണ് ഹൻളല നിങ്ങൾ അങ്ങനെ പറയുന്നത്? കപടവിശ്വാസിയോ മുനാഫിക്കോ? അതിന് മാത്രം എന്തു ചെയ്തു നിങ്ങൾ? അകൂനു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹാൽ, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊരു മനോഹരമായ അവസ്ഥയിലാണ്. അവിടുന്ന് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു, സ്വർഗത്തിൻ്റെ മനോഹരമായ അനുഭവങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തരുന്നു, നരകത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു, ആഖിറത്തെക്കുറിച്ച്, ദുനിയാവിനെക്കുറിച്ച്, ശരീഅത്തിനെ കുറിച്ച്. ഈ അറിവുകളെല്ലാം കേൾക്കുമ്പോൾ എന്ത് രസമാണ്, എന്ത് ആനന്ദമാണ്, എന്തോ ഒരു അനുഭൂതിയാണ്. സ്വർഗം കണ്ണിൽ കാണുന്ന പോലെ, നരകം കണ്ണിൽ കാണുന്ന പോലെ, അല്ലാഹു ജല്ല ജലാലുവിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ. പക്ഷെ സിദ്ദീഖേ, എന്ത് കാര്യം? ഹബീബായ തങ്ങളുടെ വാള് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയാൽ, നബി തങ്ങളുടെ മജ്ലിസിൽ നമ്മൾ പുറത്തേക്ക് പോയാൽ, ഫഇദാ ദഹബനാ മിൻഹു ആസഫന അൽഔലാദ് വല്ലസ്വാജ് വല്ലയാത്ത്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കളായി, ഭാര്യമാര്, നമ്മുടെ കച്ചവടം, തൊഴില്, നമ്മുടെ കൃഷിസ്ഥലങ്ങള്, വനസീനാ കസീറാ, പിന്നെ നമ്മൾ ഇതൊക്കെ മറന്നു പോവുകയാണ്. കച്ചവടത്തിനിറങ്ങുമ്പോൾ ഇത് ഓർമ്മ വരുന്നില്ല. വീട്ടിലെത്തി മക്കളുടെ കൂടെ കളിക്കുമ്പോൾ ആഖിറം മറന്നു പോകുന്നു, പരലോകം ഓർമ്മ വരുന്നില്ല, നരകം ഓർമ്മ വരുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഇത് കപടവിശ്വാസമല്ലേ? നമ്മുടെ ഈമാൻ എത്ര ദുർബലമാണ് അബൂബക്കറെ, ഞാൻ മുനാഫിഖാണോ എന്ന് പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഹൻളലത്ത് ഇബ്നു റബീഉൽ ഉസൈദി റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളോട് വന്ന് പരാതി പറയുന്നത്. ഇതൊരു ആത്മവിമർശനമാണ്. നമ്മളെപ്പറ്റി ആലോചിക്കേണ്ടത്, നമ്മൾ അത്ര നല്ല ആളാണോ? നമ്മളെപ്പറ്റി ആളുകൾ പലതും പറയുന്നുണ്ടാകാം, പക്ഷെ നമ്മൾ അത്ര നല്ല ആളാണോ? നമ്മൾ ഓരോരുത്തരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വന്നിട്ട് സിദ്ദീഖ് തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് വല്ലാണ്ടങ്ങ് പുകഴ്ത്തി, വല്ലാണ്ടങ്ങ് പൊക്കി പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? اللهم لا تفتني بما يقولون واجعلني خيرا مما يظنون واغفر لي ما لا يعلمون. അല്ലാഹുവേ, ഇവരൊക്കെ ഇങ്ങനെ പൊക്കി പറയുന്നത് കേൾക്കുമ്പോൾ പടച്ചവനെ, നീ എന്നെ ഫിത്നയിലാക്കരുതേ റബ്ബേ. اللهم لا تفتني بما يقولون, അവരെന്നെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ ഞാനൊരു വലിയ ആളാണെന്ന് എനിക്ക് തോന്നൽ വന്നു പോകുമോ? പടച്ചവനെ കാക്കണേ, ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ റബ്ബേ. വജഅൽനി ഖൈറൻ മിമ്മാ യളുന്നൂൻ, അവരെന്നെ പറ്റി എന്താണോ വിചാരിക്കുന്നത് അതിലേറെ നല്ല ആളായി റബ്ബേ നീ എന്നെ മാറ്റിത്തരേണമേ. വഗ്ഫിർലി മാ ലാ യഅലമൂൻ, എന്നെക്കുറിച്ച് അവരറിയാത്ത എൻ്റെ തെറ്റുകളുണ്ടാകും റബ്ബേ, അതെനിക്ക് നീ പുറത്തു തരേണമേ. ഇങ്ങനെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ അഹങ്കാരവും അഹംഭാവവും വന്നു പോകാതെ കിബറും റിയാവും സുംഅത്തും ഇജാബും ബിൻ നഫ്സും ഇജാബും ബിർറഇയും ഇതൊന്നും വരാതെ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതൊരു വലിയ അപകടമാണ്, ഗുരുതരമായ അപകടമാണ്. പ്രത്യേകിച്ച് പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ, സ്റ്റേജിൽ കയറുന്നവർ, പൊതുരംഗത്തുള്ളവർ, ഒരല്പം പ്രശസ്തിയോ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ, വലിയ ദുരന്തമാണ്. നമ്മൾ ഏറ്റവും പേടിക്കേണ്ട വിഷയമാണത്. ആളുകൾ വിചാരിക്കുന്നത് നല്ലതായിരിക്കും, പക്ഷെ നമ്മൾ അത്രത്തോളം എത്തിയിട്ടില്ല, നമുക്കറിയാം. പടച്ചവനെ, അതിനേക്കാളും നമ്മൾ ഹൈറാക്കി തരേണമേ. പിന്നെ ആളുകൾ ഇങ്ങനെ അവർ കാണുന്ന നന്മയല്ലേ പറയുള്ളൂ. അവരറിയാത്ത തെറ്റുകൾ എനിക്കുണ്ട് റബ്ബേ, ആ തെറ്റ് നീ എനിക്ക് പുറത്തു തരയണമേ. പിന്നെ പറയാ, അവരാ പറയുന്നത് കൊണ്ടൊന്നും റബ്ബേ എന്നെ നീ ഫിത്നയിലാക്കരുതേ. അത് കേൾക്കുമ്പോൾ എനിക്ക് എന്നെപ്പറ്റി ഞാൻ വലിയ ആളാണെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ വരരുതേ പടച്ചവനെ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഹൻളലത്ത് ഇബ്നു റബീഉൽ ഉസൈദി റളിയല്ലാഹു അൻഹു, നാഫഖ ഹൻളല മുനാഫിഖായോ എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറയാൻ വന്നിരിക്കുകയാണ്. എന്താ പരാതി?
ഞാൻ റസൂലുള്ളാഹി ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന പോലെ വീട്ടിലെത്തിയാൽ കിട്ടുന്നില്ലല്ലോ. ഇപ്പം ഈ വാദിൻ്റെ സദസ്സ് നമ്മളിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന പോലെ നമ്മൾ വീട്ടിലെത്തിയാൽ ഇങ്ങനെ ചിന്തിക്കുമോ? ഇല്ല, പറ്റുന്നില്ല, അല്ലേ? നമ്മൾ മറന്നുപോകും. അങ്ങനെ വരുന്നത് കപട വിശ്വാസമല്ലയോ? സിദ്ദീഖ് ഞങ്ങൾ പറഞ്ഞു, ഹൻദല നിങ്ങൾ അങ്ങനെ കരയില്ലേ, നമുക്ക് രണ്ടുപേർക്കും പോകാം ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദ്റത്തിലേക്ക് കടന്നു പോകാം. ഹബീബിനോട് ചെന്ന് ചോദിക്കാം. വജാഊ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ അല്ലാഹുവിൻ്റെ റസൂലിനോട് രണ്ടുപേരും വന്ന് പരാതി പറഞ്ഞു. നബിയെ, ഹൻദല ഇങ്ങനെ പറയുന്നുണ്ട് നബിയെ, എന്താണ് അതിൻ്റെ നിജസ്ഥിതി? എന്താണ് ഞങ്ങളെ പറ്റി മനസ്സിലാക്കേണ്ടത്? ലൗ തകൂനൂന അലാ കുല്ലി ഹാലിൻ കമാ തകൂനൂന ഇൻദി ലസ്വാഫഹതുകുമുൽ മലായികതു അലാ ഫുറുഷികും വഫീ തുറുഖികും വലാകിൻ യാ ഹൻദല സാഅത്തുൻ വസാഅ വലാകിൻ യാ ഹൻദല സാഅത്തുൻ വസാഅ ലൗ തകൂനൂന അലാ കുല്ലി ഹാലിൻ കമാ തകൂനൂന ഇൻദി, എൻ്റെ മുമ്പിലിരിക്കുന്ന പോലെയുള്ള ആത്മീയമായ ആധ്യാത്മികമായ പ്രകാശപൂരിതമായ ഹൃദയവിശുദ്ധിയിലാണ് നിങ്ങൾ എപ്പോഴും നിലകൊള്ളുന്നത് എങ്കിൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന പോലെ വീട്ടിലെത്തിയാൽ, കൃഷിയിടങ്ങളിലെത്തിയാൽ, കച്ചവടത്തിലെത്തിയാൽ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നല്ലേ ഹൻദല നിങ്ങൾ പറയുന്നത്? എന്നാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന പോലെ ജീവിതം മുഴുവനും നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ലസ്വാഫഹതുകുമുൽ മലായികതു അലാ ഫുറുഷികും വഫീ തുറുഖികും, നിങ്ങളുടെ ബെഡുകളിൽ, നിങ്ങളുടെ വിരിപ്പുകളിൽ അല്ലാഹുവിൻ്റെ മലക്കുകൾ വന്ന് നിങ്ങൾക്ക് കൈതന്ന് മുസാഫഹത്ത് ചെയ്യും. നിങ്ങൾ പോകുന്ന വഴികളിൽ അല്ലാഹുവിൻ്റെ മലക്കുകൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൈപിടിച്ച് സലാം പറയും. പക്ഷേ അങ്ങനെ ഒരേ ലെവലിൽ എല്ലാ സമയത്തും നിലകൊള്ളാൻ ഹൻദല കഴിയില്ലല്ലോ. വലാകിൻ യാ ഹൻദല സാഅത്തുൻ വസാഅ, ദുനിയാവിന് വേണ്ടി കുറച്ച് സമയം കച്ചവടത്തിന് വേണ്ടി മാറ്റിവെക്കണം, ആഖിറത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാറ്റിവെക്കണം. എപ്പോഴും ആഖിറത്തിന്റെ വിഷയത്തിൽ മാത്രം ചിന്തിച്ചിരിക്കാൻ കഴിയില്ലല്ലോ. ദുനിയാവിന്റെ വിഷയങ്ങളിൽ, കച്ചവടത്തിന്, കൃഷിയിടങ്ങളിൽ, മക്കൾ, കുടുംബത്തിന് സമയം കൊടുക്കണമല്ലോ. അതുകൊണ്ട് ദുനിയാവിന് വേണ്ടി കുറച്ച് സമയം, ആഖിറത്തിന് വേണ്ടി മറ്റൊരു സമയം, അങ്ങനെ നിങ്ങളുടെ സമയത്തിൽ ഒരൽപ്പം നിങ്ങൾ ദുനിയാവിന് വേണ്ടി മാറ്റിവെക്കുന്നത് കൊണ്ട് വിരോധമില്ല ഹൻദല, നിങ്ങൾ പേടിക്കേണ്ടതില്ല. തിന്മകളല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്, നന്മയല്ലേ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു മനോഗതി പോലെ, ആ ഒരു ചിന്ത പോലെ, ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അത്ര വലിയ പരാതിയായി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമല്ല. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് സലാം പറയും, കൈപിടിച്ചിട്ട്. നിങ്ങളുടെ വഴികളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് കൈപിടിച്ച് സലാം പറയും. ലസ്വാഫഹതുകുമുൽ മലായികതു അലാ ഫുറുഷികും വഫീ തുറുഖികും, നിങ്ങൾ പോകുന്ന വഴികളിൽ മലക്കുകൾ വന്ന് സലാം പറയും. കാരണം അത് മലക്കുകളുടെ ജീവിതമാണ്. അത്രയ്ക്ക് നമ്മളെ കൊണ്ടാവില്ലല്ലോ, കുഴപ്പമില്ല. ഇവിടെ നമ്മുടെ വിഷയം ഹൻദല റളിയല്ലാഹു തആല അൻഹു ആ വിഷയത്തിൽ സ്വന്തത്തെ നിരൂപിച്ചു എന്നതാണ്. പടച്ചോനെ, ഞാനിപ്പോൾ പഴയ പോലെ നിസ്കരിക്കുന്നുണ്ടോ? പഴയ പോലെ എനിക്ക് ഖുർആൻ ഓതാൻ പറ്റുന്നുണ്ടോ? പഴയ പോലെ എനിക്ക് ദിക്ർ ചൊല്ലാൻ പറ്റുന്നുണ്ടോ? പഴയ പോലെ വൈജ്ഞാനിക സദസ്സുകളിലെ ദിക്റിൻ്റെയും സ്വലാത്തിൻ്റെയും മജ്‌ലിസുകളിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടോ? പഴയ പോലെ ഞാനിപ്പോൾ സ്വതക്ക ചെയ്യുന്നുണ്ടോ? പഴയ പോലെ ഞാനിപ്പോൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ നമ്മളെപ്പറ്റി വിചാരണ ചെയ്താൽ നാളത്തെ വിചാരണ എളുപ്പമാവും. അല്ലാഹു നാളത്തെ വിചാരണ നമുക്ക് എളുപ്പമാക്കി തരട്ടെ.